ഹലോ, ഞാൻ ടാനിയ ജോയൽ. നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ മാഗ്നസ്കേപ്സ്. ഇവിടെ വരാനൊക്കെ നല്ല എളുപ്പമാട്ടോ. അപ്പൊ ഇന്ന് എല്ലാവരും നല്ല സന്തോഷത്തോടെയൊക്കെ ഇരിക്കണം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. എല്ലാം ഒന്നും എല്ലാ ദിവസവും ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇഷ്ടമുള്ള ഫുഡ് വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ. അത് നമ്മൾ ആലോചിക്കണം കേട്ടോ. അതിനൊരു കുഞ്ഞു സമയമൊക്കെ കണ്ടെത്തണം കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് മഞ്ഞ കളറിൽ, അത് ആക്ച്വലി യെല്ലോ കളർ ഭയങ്കര ഭംഗിയാട്ടോ. ഞാൻ എപ്പോൾ യെല്ലോ കളറ് വെച്ച് കഴിഞ്ഞാലും എനിക്ക് ഏറ്റവും എല്ലാ കളേഴ്സും വെച്ചാലും യെല്ലോ കളേഴ്സ് കാണുമ്പോഴാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. പണ്ട് നമ്മൾ കുഞ്ഞായിരുന്നപ്പോഴൊക്കെ മഞ്ഞ കളർ ഉടുപ്പ്, മഞ്ഞ കളർ ബെഡ്ഷീറ്റ് ഇതൊന്നും ആർക്കും ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. അയ്യേ മഞ്ഞയാണോ എന്ന് ചോദിക്കും കേട്ടോ. ഇപ്പൊ മഞ്ഞ കളേഴ്സ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഇത് കണ്ടോ, ഇത് ആദ്യമായിട്ട് നാം കാണിക്കാൻ പോകുന്ന ഒരു ബെഡ്ഷീറ്റ് ആണ്. ഇതൊരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ബെഡ്ഷീറ്റ് ആട്ടോ. ഇതൊരു വലിയ പൂ തന്നെയാണ്. ഇത് ആക്ച്വലി ഇതുപോലെയുള്ള പൂവ് ഇതിനകത്തൊരു 9 ഉണ്ട് കേട്ടോ. ഞാനിത് ഒരുപാട് പ്രാവശ്യം പറയുന്നതാണ്, എന്നാലും എൻ്റെ പുതിയ പുതിയ വീഡിയോസിൽ ഞാൻ പിന്നെയും പറയണല്ലോ. ഇതിന്റെ മീൻസ് ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാവുന്ന പോലെ ഇതുപോലെ നല്ല ഭംഗിയായിട്ടൊരു 1 ഇഞ്ചോളം ഉള്ള നല്ല ഭംഗിയായിട്ടുള്ള നല്ല ലേസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു ക്യൂൺ സൈസ് ആണ്, കിങ് സൈസിലും അവൈലബിൾ ആണ്. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ദിവസങ്ങളിൽ ഞാൻ കാണിച്ചിരിക്കുന്ന 2-3 പീസുകളുണ്ട് കേട്ടോ. അത് നമ്മുടെ കയ്യിൽ ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചിട്ടുണ്ട്, അത് നമ്മളോട് പിന്നെ തരാമോന്ന്. അപ്പൊ അത് ഇന്നലെ ഞാൻ കാണിച്ച ഷീറ്റ് ഒത്തിരി ആൾക്കാർ നമുക്ക് പ്രീ ഓർഡർ തന്നതാണേ. അപ്പൊ ആ ഒരു ഷീറ്റ് പോലെ തന്നെ നമുക്കൊരു ഇഷ്ടമുള്ള എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള ഒരു ഷീറ്റ് ആട്ടോ ഈ ഒരു ഷീറ്റിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ സെന്റർ പോർഷനും തിക്കായിരിക്കും, സൈഡ് ബോർഡറും തിക്കായിരിക്കും. വാഷിംഗ് മെഷീനിൽ കഴുകുമ്പോൾ നമ്മൾ ഒരു ബെഡ്ഷീറ്റും 2 പില്ലോ കവേഴ്സും ഒരുമിച്ച് കഴുകണം. അത് തന്നെയുമല്ല, നമ്മൾ മീൻസ് ലൈക്ക് അങ്ങനെ കഴുകണം എന്ന് പറയുന്നതിന് കാരണം നമ്മുടെ ഈ ബെഡ്ഷീറ്റുകളെല്ലാം ഒറിജിനൽ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള തിക്കായിട്ടുള്ള കോട്ടൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര എടുത്താൽ പൊങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര അങ്ങനെയല്ല കേട്ടോ. മീൻസ് നമ്മൾ ബെഡ്ഷീറ്റുകൾ എപ്പോൾ കഴുകിയാലും ഈവൻ ഇഫ് അത് ലൈറ്റ് വെയിറ്റ് ആണെങ്കിൽ പോലും നമ്മളൊരു മാക്സ് ലൈറ്റ് വെയിറ്റ് ആണെങ്കിൽ 2 പക്ഷെ ബെഡ്ഷീറ്റ് ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരു ടെക്സ്ചർ ഒക്കെ വ്യത്യാസമായിരിക്കും സാധാരണ തുണികളെക്കാളും. അപ്പൊ ആ ഒരു ബെഡ്ഷീറ്റ് 2 പില്ലോ കവേഴ്സും കഴുകിയാൽ മതി കേട്ടോ. പിന്നെ ചില ആൾക്കാർ മീൻസ് നമുക്ക് നോർമൽ ആയിട്ട് വെള്ളത്തിൽ കുറച്ച് നമ്മൾ ഏത് ഡിറ്റർജന്റും ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത് അത് കുറച്ച് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ട് വരും കേട്ടോ. പിന്നെ ചില ആൾക്കാർ പറയും ഉപ്പിട്ട് കഴുകണം, അങ്ങനെയൊന്നുമില്ല കേട്ടോ. മാഗ്നസ്കേപ്സിന്റെ ബെഡ്ഷീറ്റിൽ ഉപ്പ്, വിനിഗർ അങ്ങനെ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഞാനിത് നിങ്ങൾക്ക് തരുന്നത് 100% കളർ ഗ്യാരണ്ടിയില്ല. അപ്പം നിങ്ങൾ നോർമലി എങ്ങനെ വാഷ് ചെയ്യുന്നോ അതുപോലെ വാഷ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഞാനത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ പല ആൾക്കാരും ഇങ്ങനെ എന്നോട് ചോദിക്കുക അതെങ്ങനെയാ കഴുകുന്നതെന്ന് ചോദിക്കുക. എൻ്റെ വീട്ടിൽ ഞാൻ ഈ ബെഡ്ഷീറ്റ് ഇങ്ങനെയാ കഴുകുന്നത്. അപ്പോൾ അതിന് ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഇത് കണ്ടോ, പിന്നെ ഉള്ള കാര്യം അടുത്ത ഷീറ്റ് കണ്ടോ, എന്ത് രസമാന്ന് നോക്കിയേ. നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ഷീറ്റാട്ടോ ഇത്. നല്ല എന്താ പറയുന്നത്, എന്താ പറഞ്ഞ, ഇത് നല്ല ഭംഗിയായിട്ടുള്ള ഡാർക്ക് കളറിലുള്ള ബെഡ്ഷീറ്റ് ആണ്. സൈഡ് ബോർഡർ വരുമ്പോൾ ഇതുപോലെ വരും കേട്ടോ. നല്ല സൈഡ് ബോർഡർ വരുമ്പോൾ ഇതുപോലെ വരും. പിന്നെ ബെഡ്ഷീറ്റിനൊക്കെ നമ്മൾ ഇപ്പൊ ഒരു പുതിയൊരു ട്രെൻഡ് ആണല്ലോ നമ്മൾ കണ്ടീഷനിങ് ചെയ്യാന്ന് പറഞ്ഞത്. പക്ഷെ ഈ ഓവർ കണ്ടീഷനിങ്ങും ഓവർ ഡിറ്റർജന്റും ഓവർ എല്ലാ സാധനവും ഓവറായ ചീത്തയാണ്. അപ്പൊ ഓവറായിട്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതിനൊക്കെ അതൊരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, അത് വായിച്ചു നോക്കി കറക്റ്റ് ആയിട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. അത് എനിക്കറിയത്തില്ല നിങ്ങൾ എങ്ങനെയാ അത് വാഷ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ രീതിയിൽ തന്നെ ചെയ്യണം. ഞാൻ ചെയ്യുന്നത് വാഷിംഗ് മെഷീൻ ഇട്ടിട്ട് ഒരു ബെഡ്ഷീറ്റും 2 പില്ലോ കവറും കുറച്ച് ലിക്വിഡ് മാത്രമേ ഇടാറുള്ളൂ. അതായത് കിങ് സൈസ് ആണെന്ന് ഓർത്ത് ഒരു വലിയ ഡബ്ബ കിങ് സൈസിന് വേണ്ടി ലിക്വിഡ് ഒന്നും ഒഴിക്കത്തില്ല, കുറച്ച് ലൈറ്റ് ആയിട്ട് കേട്ടോ. അങ്ങനെ തന്നെ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണെന്നറിയാം, ബെഡ്ഷീറ്റുകളൊക്കെ വേഗം തന്നെ നരച്ചു പോകും. കാരണം വെച്ചാൽ കോട്ടൺ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഇതുപോലെ 2 വലിയ പില്ലോ കവേഴ്സിന്റെ കൂടെ അവൈലബിൾ ആണ്. ഈ 2 ബെഡ്ഷീറ്റ് ഞാൻ കാണിച്ചതുണ്ടല്ലോ, ക്യൂൺ സൈസ് ആണ്. അതിന്റെ റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ്. ഇപ്പൊ ഓണമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്ന്. അപ്പൊ അവർക്ക് നമുക്ക് ബെഡ്ഷീറ്റ് കൊടുക്കാം, പിന്നെ നമുക്ക് ടേബിൾ ക്ലോത്ത് കൊടുക്കാം, പുതപ്പ് കൊടുക്കാം,
കട്ടൻ കൊടുക്കാൻ പറ്റത്തില്ല, കട്ടൻ അവരുടെ വീട്ടിൽ ചിലപ്പോൾ ഇഷ്ടമാകത്തില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മാഗ്നിസ്കേപ്സിൽ അവൈലബിൾ ആണ്. വളരെ അഫോർഡബിൾ ആയിട്ട് വളരെ മിതമായ വിലയിലാട്ടോ നമ്മുടെ മാഗ്നിസ്കേപ്സിലെല്ലാം ഉള്ളത്. ഇനിയുള്ളത് ഈ ഒരു ഷീറ്റ് ആട്ടോ. ഇതൊരു കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്. ഇതിന്റെ സെന്റർ പോർഷൻ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്. സൈഡ് ബോർഡർ പിങ്ക് ആണ് കേട്ടോ, നല്ല ഭംഗിയായിട്ടുള്ള സൈഡ് ബോർഡർ പിങ്ക് ആണ്. നല്ല രസത്തിലുള്ള 2 വലിയ പില്ലോ കവേഴ്സോട് കൂടി വന്ന 2 കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട്. ഇനി അങ്ങ് നാരങ്ങ മത്തങ്ങ ഒക്കെ വരും. ഓണം ആകുമ്പോഴത്തേനും എല്ലാവർക്കും അതൊക്കെയാണല്ലോ ഇഷ്ടം. അല്ലെങ്കിൽ ഈ നാരങ്ങയും മത്തങ്ങയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ. ഇത് നല്ല കളർഫുൾ ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ലൊരു ഷീറ്റ്. അതിന് നല്ല ഇലകളൊക്കെ കണ്ട് എന്ത് രസമാണെന്ന് നോക്കിയേ. നല്ല ഭംഗിയായിട്ടുള്ള ഇലകള്, നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ്. കിങ് സൈസ് ബെഡ്ഷീറ്റിന് വില വന്നിട്ട്, ഇതിന്റെ റേറ്റ് വന്നിട്ട് എന്താ പറയുന്നത്, 1000 റുപ്പീസിന് താഴെയാണ്. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. ഇനിയുള്ള ഷീറ്റ് ഈ ഒരു ഷീറ്റാ. ഇതിന്റെ സെന്റർ പോർഷൻ ലൈറ്റ് വെയിറ്റ് ആണ്. സൈഡ് ബോർഡർ വന്നിട്ട് നല്ലൊരു കളറാട്ടോ. ഇത് കണ്ടോ, ബ്ലൂ കളറാണ്. പക്ഷെ ഈ ബെഡ്ഷീറ്റ് നമ്മുടെ ഇതിനകത്തൊരു ഇതുണ്ട്, ലൈക്ക് ഇതുപോലെ ഒരു റൈറ്റിംഗ് ഉണ്ട്. ഞാനത് ആ റൈറ്റിംഗ് ഉണ്ടെന്ന് തന്നെ പറഞ്ഞു തരുവാട്ടോ. കാരണം ഇത് ഇവർ പ്രിന്റ് അടിച്ചപ്പോൾ തന്നെ ഇങ്ങനെ വന്നിരിക്കുന്നതാണ് കേട്ടോ, ഏത് കളറാണ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാനത് പറയുവാണ്, അത് ചില ആൾക്കാർക്ക് ആ ഷീറ്റ് ഇഷ്ടമാണ്, കാരണം ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ടാണ്. പക്ഷെ പ്രിന്റുകൾ നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പം നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റ്സ് അവൈലബിൾ ആണ്. കിങ് സൈസിലും ക്യൂൺ സൈസിലും, ഡബിള്, സിംഗിള്. അപ്പൊ ഇന്ന് കാണിച്ച ഷീറ്റ്സ് ഒക്കെ അറിയാമല്ലോ. അപ്പൊ പിന്നെ നമുക്ക് ഇങ്ങനെ മാഗ്നിസ്കേപ്സ് വരുമ്പോൾ നമുക്ക് ഇവിടെ വന്നാണെങ്കിൽ ഇതെല്ലാം തൊട്ടൊക്കെ നോക്കി വാങ്ങിക്കാം. വെബ്സൈറ്റിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാത്തിനും ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. അത് തന്നെയല്ല, താഴെയുള്ള നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ ആക്ച്വലി എന്താ പറയുന്നേ, ആ നമ്പറിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. വെബ്സൈറ്റിലുള്ളവർക്കും അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി. ചെറുപറമ്പത്ത് റോഡിലാണ്, എറണാകുളത്താണ് മാഗ്നിസ്കേപ്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു.